ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GST എന്ന വിഷയത്തിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ സ്ട്രക്ചർ ആൻഡ് ടൈപ്പ് ഓഫ് GST ഇൻ ഇന്ത്യ. ഏതൊക്കെ ടൈപ്സ് ഉള്ളത്? CGST, SGST, IGST ആൻഡ് UTGST. ഇതിനെ പറ്റിയെല്ലാമാണ് നമ്മൾ ഇന്ന് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് പോകാം. ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ GST കൊണ്ടുവന്നപ്പോൾ GSTനെ ഡ്യുവൽ GST ആയിട്ടാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ രണ്ട് ടൈപ്സ് GST, രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സെൻട്രൽ GST, സ്റ്റേറ്റ് GST, CGST ആൻഡ് SGST. ഇങ്ങനെയാണ് GSTനെ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തത്. പിന്നെ പറഞ്ഞു നോക്കൂ, the growth path of India is so high that it is balanced to become the third largest economy of the world by 2030. ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ സ്പീഡിലാണ് ഇന്ത്യ വളരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അത് പറഞ്ഞിട്ടുള്ളത് ഒരു തേർഡ് ലാർജസ്റ്റ് എക്കോണമി ആവുന്നതാണ്. 2030 ആകുമ്പോഴേക്കും തേർഡ് ലാർജസ്റ്റ് എക്കോണമി ഇന്ത്യ മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു GST ആൻഡ് ഇറ്റ്സ് ത്രീ ടൈപ്സ്. നമ്മൾ ത്രീ ടൈപ്സ് ഏതൊക്കെയാന്ന് പറയാം. ഏതൊക്കെയാണ്? CGST, SGST, IGST. പക്ഷെ ഒരു ഫോർത്ത് ടൈപ്പിൽ പറയുന്നുണ്ട് UTGST. മെയിൻ ആയിട്ട് GSTനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതാണ് പറഞ്ഞിട്ടുള്ളത് CGST, SGST, IGST ആൻഡ് വിത്ത് ദാറ്റ് ലാസ്റ്റ് വണ്ണാണ് UTGST എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? എഫക്റ്റീവ്ലി സപ്പോർട്ടിംഗ് സച്ച് മേജർ എക്കണോമിക് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ എല്ലാ ടൈപ്പ് ഓഫ് GSTയും ഹെൽപ്പ് ചെയ്യുന്നു. GST is considered as the biggest taxation reform in the history of Indian economy. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ടാക്സേഷൻ റിഫോംസിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു റിഫോം ആണ് എന്ത്? GST എന്ന് പറഞ്ഞിട്ടുള്ളത്. GSTയുടെ വരവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. It will subsume multiple taxes like VAT, service tax, etc. നമ്മുടെ ഇന്ത്യയിൽ മുൻപുണ്ടായ ടാക്സ് ആണ് വാറ്റും സർവീസ് ടാക്സ്. ഇങ്ങനെയുള്ള എല്ലാ മൾട്ടിപ്പിൾ ടാക്സിനെയും കുറേ ടാക്സുകൾ എല്ലാത്തിനെയും ചുരുക്കി ഒന്നിച്ചാക്കിയിട്ടാണ് GST വന്നിട്ടുള്ളത്. ഇതിൽ സബ്സ്യൂം എല്ലാത്തിനും മാറ്റിയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? നമ്മുടെ GST വന്നിട്ടുള്ളത്. It is a single uniform taxation system which will help in eliminating time, cost and effort. GST എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂണിഫോം ടാക്സേഷൻ സിസ്റ്റം ആണ്. ഇതെന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ഹെൽപ്പ് ഇൻ എലിമിനേറ്റിംഗ് ടൈം, കോസ്റ്റ് ആൻഡ് എഫേർട്ട്. നമ്മുടെ ടൈമും കോസ്റ്റും എഫേർട്ട് ഇതെല്ലാം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി, ഇതൊന്നും നഷ്ടപ്പെടാണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടാക്സ്, പേ ചെയ്യാത്ത ടാക്സ് ആണ് GST എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു സിംഗിൾ യൂണിഫോം ടാക്സേഷൻ ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായ മൾട്ടിപ്പിൾ ടാക്സിനൊക്കെ എല്ലാത്തിനെയും മാറ്റിയിട്ടാണ് GST വന്നിട്ടുള്ളത്. ഈ ഒരു ഇത് വേണമെങ്കിൽ ഈ ലൈൻ നമുക്ക് വേണമെങ്കിൽ വാട്ട് ഈസ് GST എന്ന് ചെയ്താൽ പറ്റും. ഇറ്റ് ഈസ് എ സിംഗിൾ യൂണിഫോം ടാക്സേഷൻ സിസ്റ്റം വിച്ച് വിൽ ഹെൽപ്പ് ഇൻ എലിമിനേറ്റിംഗ് ടൈം, കോസ്റ്റ് ആൻഡ് എഫേർട്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് GST എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഓരോന്നായിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് CGST. CGST ഫുൾ ഫോം എന്താണ്? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. സെൻട്രൽ GST അല്ലെങ്കിൽ CGST is expected to replace the existing central excise duty and service tax. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിനെയും സർവീസ് ടാക്സിനെയും റീപ്ലേസ് ചെയ്തിട്ടാണ് ആര് വന്നിട്ടുള്ളത്? സെൻട്രൽ GST അല്ലെങ്കിൽ CGST വന്നിട്ടുള്ളത്. CGST ആരാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത്? They are administrated by the central government. സെൻട്രൽ ഗവൺമെന്റ് ആണ് CGSTനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത്. According to Central Goods and Service Tax Act 2016 എന്താ പറഞ്ഞിട്ടുള്ളത്? CGST is the centralized part of GST. GSTയുടെ centralized part ആണ് GST എന്നും അതുപോലെ തന്നെ it will subsume present central taxations. ഇപ്പോഴത്തെ സെൻട്രൽ ടാക്സേഷൻസും അതുപോലെ കുറെ ടാക്സുകൾ പറയുന്നുണ്ട്. ആ ടാക്സിന് എല്ലാത്തിനെയും സബ്സ്യൂം ചെയ്തിട്ട് ഏതൊക്കെ ടാക്സാ? സെൻട്രൽ സെയിൽസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, അങ്ങനെ കുറെ ടാക്സുകൾ പറയുന്നുണ്ട്. ആ ടാക്സിന് എല്ലാത്തിനും സബ്സ്യൂം ചെയ്തിട്ട് ഒറ്റ ടാക്സ് ആക്കി മാറ്റി. അതാണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ ഇത് എന്താണ്? എല്ലാ സെൻട്രൽ ടാക്സേഷനും മാറ്റിയിട്ടാണ് ഒരു ടാക്സ് ആയിട്ടുള്ള CGST വന്നിട്ടുള്ളത്. ഇത് കൺട്രോൾ ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റ് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഇൻ ഷോർട്ട് നോക്കൂ, ഇൻ ഷോർട്ട് GST lead by the center on intrastate supply of goods and services or both. Goods or services or both would be called as CGST. സെൻട്രൽ ഗവൺമെന്റ് അടയ്ക്കാൻ പറയുന്ന GSTനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? CGST എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ്? ഏത് ടൈപ്പ് ഓഫ് സപ്ലൈ ആണ്? ഓൺ intrastate supply of goods or services or both is called CGST. നെക്സ്റ്റ് ആണ് SGST അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സ്റ്റേറ്റ് GST would replace സ്റ്റേറ്റ് VAT, എൻട്രി, അങ്ങനെ എന്താണ് സ്റ്റേറ്റിൽ ഉണ്ടായിട്ടുള്ള ടാക്സുകൾ, സ്റ്റേറ്റ് വാറ്റോ എൻട്രി ടാക്സോ ലക്ഷറി ടാക്സോ അങ്ങനെയുള്ള ടാക്സ് എല്ലാത്തിനും റീപ്ലേസ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് GST എന്ന് പറഞ്ഞിട്ടുള്ളത്. SGST would be lead on service as well. എന്താണ് SGST എന്ന് പറഞ്ഞിട്ടുള്ളത്? സർവീസിലും പറ്റും, ഗുഡ്സിൽ മാത്രമല്ല സർവീസിലും പറ്റും.
SGST is to be administrated. അപ്പോൾ SGST ആരാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്? ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. CGST അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. SGST അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. SGST എന്ന് പറയുന്നത് എന്താണ്? GST വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പാർട്ടാണ്. എന്താണ് SGST? It stands for State Goods and Service Tax. എന്താണ് SGST? State Goods and Service Tax എന്നാണ് പേര്. As per 2016 GST bill. 2016 GST bill അനുസരിച്ച് SGSTയുടെ ഫുൾ ഫോം ആണ് State Goods and Service Tax എന്ന് പറഞ്ഞിട്ടുള്ളത്. Various taxation and lease under the state authority are subsumed by SGST as one uniform taxation. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലുണ്ടായ പല സ്റ്റേറ്റ് ടാക്സുകളെയും ഒന്നിച്ചു കൊണ്ടുവന്ന് അതിനെ സബ്സ്യൂം ചെയ്ത് ഒരു സിംഗിൾ യൂണിഫോം ടാക്സേഷനൊക്കെ മാറ്റാൻ SGST എന്ന് പറഞ്ഞുള്ളത്. റവന്യൂ കളക്ടഡ് അണ്ടർ SGST ബിലോങ്സ് ടു ദ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്. SGST നിന്നിട്ടുള്ള എല്ലാ റവന്യൂ ആർക്കുള്ളതാണ്? ഇറ്റ് ഇസ് ബിലോങ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. However, the mainstream framework of the state governing body will be supervised by the central government. പക്ഷെ എന്താണ്? സ്റ്റേറ്റിനാണ് ഫുൾ കൺട്രോൾ ഉണ്ടെങ്കിൽ പോലും അതിനെ ആരും കൂടിയും സൂപ്പർവൈസ് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ഒന്നുകൂടി അതിനെ സൂപ്പർവൈസ് ചെയ്യേണ്ടത്. Each state will be having their own state authority to collect SGST. എല്ലാ സ്റ്റേറ്റ് എന്തുണ്ട്? ഹാവിംഗ് their own state authority. സ്വന്തമായിട്ട് സ്റ്റേറ്റ് അതോറിറ്റി ഉണ്ട്. എന്തിനു വേണ്ടിയാണ്? ടു കളക്ട് SGST. SGST കളക്ട് ചെയ്യാൻ വേണ്ടി ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ സ്റ്റേറ്റ് അതോറിറ്റി ഉണ്ട്. In short, GST lead by the state on intra-state supply. Intra-state supplyക്ക് സ്റ്റേറ്റ് ലെവി ചെയ്യുന്ന GST ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? SGST എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എന്തിനൊക്കെ വേണ്ടി നമുക്ക് ടാക്സ് പേ ചെയ്യണേ? ഫോർ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഒന്നില്ലെങ്കിൽ ഗുഡ്സിന് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ രണ്ടിനും. ഇറ്റ്സ് കോൾഡ് SGST. അതാണ് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? എന്താണ് CGST ഡിസ്കസ് ചെയ്തു, എന്താണ് SGST ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വൺ ആണ് Integrated Goods and Service Tax, IGST. GST focus on the concept of one tax, one nation. എന്താണ് GST മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ്? എന്താണ്? ഒരു രാജ്യത്തിന് ഒരു ടാക്സ് മതി. വൺ ടാക്സ് ഫോർ വൺ നേഷൻ. IGST stands for Integrated Goods and Service Tax. എന്താണ് IGST ഫുൾ ഫോം എന്ന് അർത്ഥം പറഞ്ഞുള്ളത്? എന്താണ്? It is Integrated Goods and Service Tax, which is charged on the supply of commodities and services from one state to another state. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഗുഡ്സ് സപ്ലൈ ആണെങ്കിൽ, കമ്മോഡിറ്റീസ് ഗുഡ്സ് ആവാം അല്ലെങ്കിൽ സർവീസസ് ആവാം, അങ്ങനെ വരുമ്പോൾ അവിടെ വരുന്ന ടാക്സ് ആണ് എന്ത്? IGST എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, if the supply of goods and services occur between Gujarat and Maharashtra, IGST will be applicable. ഇപ്പൊ രണ്ട് സ്റ്റേറ്റ് ആണ് എന്ത്? ഗുജറാത്തും മഹാരാഷ്ട്രയും. ഇവർ തമ്മിലുള്ള സപ്ലൈയിൽ എന്ത് കൊടുക്കേണ്ടി വരും? IGST ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. IGST would be lead on all supplies of goods and services or both in the course of interstate trade or commerce. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റിന്റെ കേസ് പറഞ്ഞു ഫോർ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ. എന്താണ് ഇൻട്രാ? വിത്തിൻ ദ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് തന്നെയുള്ള സപ്ലൈക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? SGST. അതുപോലെ തന്നെയാണ് CGST. എന്നാൽ IGST എന്തിനു വേണ്ടിയാണ്? ഫോർ എന്താണ്? ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ. അവിടെ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ നടക്കുന്നെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പേ ചെയ്യേണ്ടത്? IGST പേ ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗുജറാത്തും മഹാരാഷ്ട്രയും രണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവിടെ IGST പേ ചെയ്യണം. അപ്പോൾ IGST ലീഡ് ഓൺ സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എവിടെയാണ്? ഇൻ ദ കോഴ്സ് ഓഫ് ഇൻഡർസ്റ്റേറ്റ് ട്രേഡ് ഓർ കൊമേഴ്സ്. IGST would be applicable to import of goods or services from outside country as well. Within the different states, interstate മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലുള്ള ഡിഫറെന്റ് സ്റ്റേറ്റിലുണ്ടാകുന്ന ട്രേഡ് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ എന്ത് വേണം? IGST പേ ചെയ്യണം. അടുത്ത, for on every interstate supply of goods or services or both, IGST will be lead or collected by the center. എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും IGSTയുടെ ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്. ആരായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. IGST ഷാൽ ബി അപ്രോപ്രിയേറ്റഡ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ IGST എന്ന് പറയുമ്പോൾ എന്താണ്? അത് സ്റ്റേറ്റിനും കിട്ടണം സെന്ററിനും കിട്ടണം. അപ്പോൾ അത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് സ്റ്റേറ്റിനും സെന്ററിനും കൊടുക്കുന്നതാണ്. ആസ് മേ പ്രൊവൈഡഡ് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ദ GST കൗൺസിൽ. GST കൗൺസിൽ അത് കൃത്യമായിട്ട് ചെയ്തോളും. GST കൗൺസിൽ IGST കിട്ടുന്ന ആ റവന്യൂ, ആ ടാക്സ് കൃത്യമായിട്ട് സെൻട്രലിനും കൊടുക്കും സ്റ്റേറ്റിനും കൊടുക്കും. അതാണ് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ IGST എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് UTGST. On every supply of goods and services or both within the union territories, UTGST will be lead. അപ്പോൾ എന്താണ്? യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടാവുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അതിൽ കൊടുക്കേണ്ട ടാക്സ് ആണ്
UTGST എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഡൽഹി ഒരു യൂണിയൻ ടെറിട്ടറി ആണ്. എന്താണ്? ഇന്ത്യസ് ക്യാപിറ്റൽ ടെറിട്ടറി ആണ് ഡൽഹി. അതുപോലെ തന്നെ ഡാം ആൻഡ് ഡ്യൂക്ക്, ലക്ഷദ്വീപ് ആയിക്കോട്ടെ, അങ്ങനെ പോണ്ടിച്ചേരി, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഓരോ യൂണിയൻ ടെറിട്ടറി ആണ്. അപ്പോൾ ഇവിടേക്ക് എന്താണ്? UTGST വിൽ അക്കൗണ്ട് ഫോർ ഓൾ ദ ടാക്സേഷൻ അണ്ടർ ദീസ് യൂണിയൻ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ യൂണിയൻ ടെറിട്ടറീസിന്റെയും ടാക്സ് നോക്കണം. ഏത് ടാക്സിൽ അണ്ടറാണ്? UTGST ഇടയിലാണ് വന്നിട്ടുള്ളത്. അവരായിട്ട് ടാക്സ് കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 ടൈപ്പ് ഓഫ് GST ആയിരുന്നു. ഒന്നാമത്തെ എന്താണ്? CGST ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത്. CGST എന്ന് പറഞ്ഞിട്ടുള്ള CGST ആരുടെ കൺട്രോളാണ്? സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾ CGST ഉള്ളത്. അത് നമ്മുടെ സെൻട്രൽ ടാക്സുകളൊക്കെ എല്ലാത്തിനും സബ്സ്യൂം ചെയ്തിട്ട് ഒരു ടാക്സ് ആക്കി മാറ്റിയതാണ്. നെക്സ്റ്റ് പറഞ്ഞ SGST ആണ്. അത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇത് സ്റ്റേറ്റ് വരുന്ന എല്ലാ ടാക്സുകളെയും മൾട്ടിപ്പിൾ ടാക്സിനൊക്കെ സബ്സ്യൂം ചെയ്തുണ്ടാക്കുന്ന ടാക്സ് ആണ് SGST എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും കൺട്രോൾ ചെയ്യുക. അതിനൊന്നുകൂടി ആര് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടാവും? സെൻട്രൽ ഗവൺമെന്റ് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടാവും. ഈ പറഞ്ഞിട്ടുള്ള എന്താണ്? SCGST ആയാലും സ്റ്റേറ്റ് GST ആയാലും സെൻട്രൽ GST ആയാലും അത് നടക്കുന്നത് എന്താണ്? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. വിത്തിൻ ദ സ്റ്റേറ്റ് ആണ് നടക്കുന്നത്. ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ഉണ്ടാവുന്ന മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് നോക്കുന്നത്. എന്നാൽ നമ്മളുടെ ഇപ്പോൾ സപ്ലൈ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പോവുകയാണെങ്കിൽ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ പോവുകയാണെങ്കിൽ അവിടെ കൊടുക്കുന്ന ടാക്സ് ആണ് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനെ IGST എന്ന് പറയും. ആ ടാക്സിന്റെ കേസിൽ ഇവിടെ ആ റവന്യൂ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെന്ററും സ്റ്റേറ്റിനും അതിന് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അത് അവര് GST കൗൺസിലേക്ക് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ആണ് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് UTGST. യൂണിയൻ ടെറിട്ടറിയിൽ ഉണ്ടാവുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന് എല്ലാത്തിനെയും മോണിറ്റർ ചെയ്യുന്നത് അവിടെ കൊടുക്കുന്ന ടാക്സ് ഏതാണ്? UTGST ആണ്. അപ്പോൾ അവിടെ അവർക്ക് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ട്. അവരായിരിക്കും അതിന്റെ ടാക്സ് എല്ലാം കളക്ട് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് 4 ടൈപ്പ് ഓഫ് GST: CGST, SGST, IGST ആൻഡ് ലാസ്റ്റ് ഇസ് UTGST. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എന്താണ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ, എന്താണ് ഇന്റർ സ്റ്റേറ്റും എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. An interstate supply of goods or services is one where the location of supplier of goods or services and the place of supply are in different state. Goods കൊടുക്കുന്ന ആളുടെ ലൊക്കേഷനും അത് എത്തേണ്ട സ്ഥലം, പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പ്ലേസ് ആണെങ്കിൽ അതിനാണ് നമ്മൾ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. In addition, supply of goods or services to or by and cess developer or cess unit import of goods or services supply when supplier is located in India and the place of supply is located outside India, export, and any other supply not covered under the intrastate is treated as interstate supply. എന്താ വെച്ചാൽ നമ്മുടെ സപ്ലയറും പ്ലേസ് സപ്ലൈയും ഡിഫറെന്റ് ലൊക്കേഷൻ ആണെങ്കിൽ അതിനാണ് നമ്മൾ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയൊക്കെ ആവാം? ഇപ്പോൾ നമ്മുടെ സപ്ലൈ നടത്തുന്നത് എന്താണ്? ബൈ സെസ് ഡെവലപ്പറോ അല്ലെങ്കിൽ സെസ് യൂണിറ്റ് ആണെങ്കിൽ അത് നമ്മൾ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയും. അതുപോലെ തന്നെ ഗുഡ്സോ സർവീസോ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും പ്രൊഡ്യൂസറുടെ സ്ഥലവും പ്ലേസ് സപ്ലൈ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും അതിന് നമ്മൾ എന്ത് വിളിക്കും? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ വിളിക്കും. നമ്മൾ ഔട്ട്സൈഡ് പുറത്തേക്ക് നമ്മൾ ഗുഡ്സ് അയക്കുകയാണെങ്കിൽ അവിടെയും പ്ലേസ് സപ്ലൈ എന്താണ്? ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. എക്സ്പോർട്ട് അടുത്താണ്, അതും എന്താണ്? നമ്മുടെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. അപ്പൊ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ അല്ലാത്ത എല്ലാ സപ്ലൈകളും എന്തിൽ വരുന്നത്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ഒരു സ്റ്റേറ്റിൽ തന്നെ ഒതുങ്ങുന്ന സപ്ലൈനെ നമ്മൾ എന്താ പറയുക? ഇൻട്രാ സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പൊ അതിന് പുറത്തേക്കുള്ള എല്ലാ സപ്ലൈ എന്താണ്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. അപ്പോ ഒരു സ്റ്റേറ്റിലല്ല വേറൊരു സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമല്ല ഇന്ത്യയുടെ പുറത്തുള്ള സപ്ലൈ തന്നെയാണ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ആൻ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഈസ് വെൻ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ഇൻ ദ സെയിം സ്റ്റേറ്റ് ആസ് ദ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ. സപ്ലയറുടെ ലൊക്കേഷനും അതുപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈയും എന്താണ്? സെയിം സ്റ്റേറ്റ് തന്നെയാണെങ്കിൽ അതിനാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. Intrastate supply does not include supply of goods or services to cess unit or developers. Cess unitന് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ത് കരുതില്ല? ഇൻട്രാസ്റ്റേറ്റ് ആയിട്ട് കരുതില്ല. ഓർ ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഇമ്പോർട്ടേഴ്സിനോ എക്സ്പോർട്ട് നടത്താണെങ്കിലും നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് നടത്താണെങ്കിലും എക്സ്പോർട്ട് നടത്താണെങ്കിലും അതുപോലെ തന്നെ സെസ് യൂണിറ്റിനോ ഡെവലപ്പേഴ്സിനോ കൊടുക്കുകയാണെങ്കിലും എന്താണ്? അതൊന്നും ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ അല്ല. ഓൾ കംസ് അണ്ടർ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ഇതാണ് ഈ പേജിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. എന്താണ്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ? ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും സെസ് യൂണിറ്റ്സിനോ സെസ് ഡെവലപ്പേഴ്സിനോ കൊടുക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനാണ് നമ്മൾ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. അവിടെ എന്താണ്? പ്ലേസ് ഓഫ് ലൊക്കേഷൻ ഓഫ് സപ്ലൈസും അതുപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ രണ്ടും ഡിഫറെന്റ് ആയിരിക്കും.
സപ്ലയറും അതുപോലെ തന്നെ പ്ലേസും സപ്ലൈയും ഒരു സ്ഥലത്ത് വരാണെങ്കിൽ അതിനാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് പേജിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, നോക്കൂ ഈ ലൈൻ. There are 3 taxes applicable under GST. ഏതൊക്കെയാണ്? CGST, SGST and IGST. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ. CGST എന്താണ്? These are collected by the central government on an intra-state sale. Example, within Maharashtra. CGST എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന, എന്തിനു വേണ്ടി കളക്ട് ചെയ്യുന്നത്? ഫോർ ഇൻട്രാ-സ്റ്റേറ്റ് സെയിൽസ്. അതിന് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് CGST എന്ന് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ എന്താണ്? വിത്തിൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ മാത്രമുള്ള ആ ഒരു, അവിടെ എന്താ മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ അവിടെ സപ്ലയർ ലൊക്കേഷനും പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിരിക്കും? മഹാരാഷ്ട്രയിൽ തന്നെയായിരിക്കും. നെക്സ്റ്റ് ആണ് SGST, കളക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ആൻ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ. അപ്പൊ ഇതെന്താണ്? ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഓൺ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ. അവിടെയും ഇൻട്രാ സ്റ്റേറ്റ് തന്നെയാണ്, വിത്തിൻ മഹാരാഷ്ട്ര. അവിടെ സപ്ലയറും പ്ലേസും സപ്ലൈയും സെയിം സ്ഥലത്ത് തന്നെയായിരിക്കും, അവിടെയാണ് മഹാരാഷ്ട്ര തന്നെ. നെക്സ്റ്റ് ആണ് IGST, കളക്റ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഫോർ ഇന്റർ സ്റ്റേറ്റ് സെയിൽ. സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് IGST എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണത്? ഫോർ ഇന്റർ സ്റ്റേറ്റ് സെയിൽ. ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മഹാരാഷ്ട്ര ടു ഗുജറാത്ത്. എക്സാമ്പിൾ ആണ് എന്താണ്? സപ്ലയർ മഹാരാഷ്ട്രയിലും പ്ലേസ് ഓഫ് സപ്ലൈ ഗുജറാത്തിലാണെങ്കിൽ അവിടെ എന്താ കൊടുക്കേണ്ടത്? IGST ആണ്. ബിക്കോസ് രണ്ടും ഡിഫറെന്റ് സ്റ്റേറ്റ്സിലാണ്. അതാണ് IGST ഫോർ ഇന്റർ സ്റ്റേറ്റ് സെയിൽ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഇമ്പോർട്ടന്റ് അല്ല ചുമ്മാ അറിഞ്ഞിരിക്കുന്ന ടോപ്പിക് ആണ്, ടാക്സസ് സബ്സ്യൂംഡ് ഇൻ ടു GST. അപ്പൊ സ്റ്റേറ്റ് ടാക്സ് ഏതൊക്കെയാണ് സബ്സ്യൂം ചെയ്തിട്ടുള്ളത്? വാല്യൂ ആഡഡ് ടാക്സ്, പർച്ചേസ് ടാക്സ്, എൻട്രി ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്, ലക്ഷറി. ഇതൊക്കെ എക്സാമ്പിൾസ് ഫോർ സ്റ്റേറ്റ് ടാക്സ്. ഈ ടാക്സ് ഒക്കെ സബ്സ്യൂം ചെയ്തിട്ടാണ് SGST ആയിട്ടുള്ളത്. ഇനി CGST എന്തൊക്കെയാണ്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ ഡ്യൂട്ടി ഓഫ് എക്സൈസ്. ഇതൊക്കെയാണ് എന്ത്? കുറെ ഉണ്ട് ഇങ്ങനെ. ഇതെല്ലാമാണ് CGST മാറിയിട്ടുള്ളത്. ഇതാണ് ടാക്സ് സബ്സ്യൂംഡ് ഇൻ ടു GSTയിലുള്ളത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഏതൊക്കെ ടാക്സ് ആണ് GST ഉൾപ്പെടാത്തത്? ടാക്സ് നോട്ട് സബ്സ്യൂംഡ്. GST വന്നിട്ടും അത് പോവാത്ത ടാക്സ് ഏതൊക്കെയാ നോക്കാം. സ്റ്റേറ്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി, സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രൊഫഷൻ ടാക്സ്, മോട്ടോർ വെഹിക്കിൾ ടാക്സ്, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി. ഇതിലൊന്നും SGST ബാധകമല്ല. സെൻട്രൽ ടാക്സ് ആണെന്ത്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെസ്, എക്സ്പോർട്ട് ഡ്യൂട്ടി, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഇതിലൊന്നും CGST ബാധകമല്ല. ഇതാണ് ടാക്സ് നോട്ട് സബ്സ്യൂംഡ് ഇൻ ടു GST. നെക്സ്റ്റ് ടോപ്പിക് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ. ഗുഡ്സ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് GST. GSTയുടെ ഉള്ളിൽ വരാത്ത ചില ഗുഡ്സുകൾ ഏതൊക്കെയാ നോക്കാം. At present, the following goods are outside the purview of GST review. ഒന്നാമത്തെയാണ് ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. നമ്മുടെ ആൽക്കഹോൾ ലിക്വറിലൊന്നും എന്തില്ല, അതിലൊന്നും GST ബാധകമല്ല. ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ ആ ലിക്വറിലൊന്നും, ആൽക്കഹോൾ ലിക്വറിലൊന്നും GST ബാധകമല്ല. സ്പെസിഫിക് പെട്രോളിയം പ്രൊഡക്ട്സ്, ചില പെട്രോളിയം പ്രൊഡക്ട്സ് ഉണ്ട്, പെട്രോളിയം, ക്രൂഡ് ഓയിൽ, ഹൈ സ്പീഡ് ഡീസൽ, അങ്ങനത്തെ സാധനത്തിലൊന്നും എന്താണ് GST ബാധകമല്ല. ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സിൽ എന്തില്ല? GST ഇല്ല. അപ്പൊ ഏതൊക്കെയാണ്? ആൽക്കഹോളിക് ലിക്വറിലില്ല, ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ അതിലില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ചില പെട്രോളിയം പ്രൊഡക്ട്സ്, ഫോർ എക്സാമ്പിൾ പെട്രോളിയം, ക്രൂഡ് ഓയിൽ, ക്രൂഡ്, ദെൻ ഹൈ സ്പീഡ് ഡീസൽസ്, ഇതിലൊന്നും GST ബാധകമല്ല. അതുപോലെ തന്നെ എന്തില്ല? ടൊബാക്കോ പ്രൊഡക്ട്സിലും എന്തില്ല? GST ബാധകമല്ല. ദീസ് ആർ ഗുഡ്സ് വിച്ച് ആർ ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് GST. നെക്സ്റ്റ് നോക്കാൻ പോകുന്ന GST വരുന്ന മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയൊക്കെയായിരുന്നു ടാക്സ് ലോ നോക്കാം. There were many indirect tax lead by both state and center. സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കുറെ ഇൻഡയറക്ട് ടാക്സ് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരണ്ടായി, അല്ലെങ്കിൽ ടാക്സ് നമ്മൾ പേ ചെയ്യാറുണ്ടായി. സ്റ്റേറ്റ് മെയിൻലി കളക്റ്റഡ് ടാക്സ് ഇൻ ദ ഫോം ഓഫ് വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ് എന്നാണ്. സ്റ്റേറ്റ് മെയിൻ ആയിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നത് ഏത് ഫോമിലാണ്? വാറ്റ് ഫോമിലാണ്, വാല്യൂ ആഡഡ് ടാക്സ് ആയിട്ടാണ്. ആൻഡ് എവറി സ്റ്റേറ്റ് ഹാഡ് എ ഡിഫറെന്റ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും അവരുടെ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നത്. Interstate sales of goods was taxed by the center. Interstate ആയിട്ടുള്ള സെയിൽസിന്റെ, ഗുഡ്സ് സർവീസസിന്റെ സെയിൽസ് ഒക്കെ ആരാണ് ടാക്സ് ചെയ്തുകൊണ്ടിരുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് ടാക്സ് ഈടായിക്കൊണ്ടിരുന്നത്. അവരാണ് ടാക്സ് നമ്മൾ പേ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ അടയ്ക്കുന്ന ടാക്സ് ഒക്കെ സെന്ററിനാ പോകാറുള്ളത്. CGST, സെൻട്രൽ സെയിൽസ് ടാക്സ്, CST, സെൻട്രൽ സെയിൽസ് ടാക്സ് was applicable in case of interstate sales of goods. അപ്പോൾ ഡിഫറെന്റ് സ്റ്റേറ്റ് തമ്മിലുള്ള
സപ്ലൈ ആണെങ്കിൽ അവിടെ ഏത് ടാക്സ് എന്ന് പേ ചെയ്തുകൊണ്ടിരുന്നത്? CST ആയിരുന്നു, സെൻട്രൽ സ്റ്റേറ്റ് ടാക്സ്. Other than above, there were many indirect tax like entertainment tax. അതുപോലെ എന്താണ്, അത് അല്ലാണ്ട് ഇതല്ലാണ്ട് വേറെ കുറേ ആയിട്ടുള്ള ഇൻഡയറക്ട് ടാക്സ് പേ ചെയ്യേണ്ടി വന്നു. ദിസ് ലെഡ് ടു എ ലോട്ട് ഓഫ് ഓവർലാപ്പിംഗ് ഓഫ് ടാക്സ് ലീവ് ബൈ ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് കുറേ ടാക്സ് പേ ചെയ്യേണ്ടി വരാം. ഓവർലാപ്പിംഗ് ഓഫ് ടാക്സ്, കുറേ ടാക്സ് വരാം, ഓരോ കാര്യത്തിനും ഓരോ ടാക്സ്. For example, when goods were manufactured and sold, excise duty charged by the sender. പിന്നെ over and above excise duty, VAT was also charged by the state. അപ്പോൾ ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ എന്തോ ഒരു ടാക്സ് അടിക്കണം, എക്സൈസ് ഡ്യൂട്ടി അടിക്കണം, വാറ്റ് അടിക്കണം. അങ്ങനെ അടിക്കുമ്പോൾ എന്താണ്, ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ കാസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ടാക്സ് എന്നാണ്. ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റിനാണ് നമ്മൾ ഒരു സെയിം ഗുഡ്സിന് നമ്മൾ ഒന്നിൽ കൂടുതൽ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പണ്ടത്തെ കേസിലാണെങ്കിൽ ഇന്ത്യയിൽ അതായിരുന്നു, നമ്മൾ ഒരു സംഭവത്തിന് ഓരോ സ്റ്റേജിലും ഓരോ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓവർലാപ്പിംഗ് ഓഫ് ടാക്സ് ആണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കാസ്കേഡിംഗ് എഫക്റ്റ് ആണ് കൊണ്ടുവന്നത്. ഇതാണ് ഫസ്റ്റിന് GST മാറ്റുന്നത്. അപ്പോൾ GST പറഞ്ഞു മുമ്പ് ഇതിന്റെ പ്രശ്നം കാസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ടാക്സ്, നമ്മൾ കുറേ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്, വലിയൊരു ഡിഫോൾട്ട് നമ്മുടെ ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തില്. നെക്സ്റ്റ് ആണ് ചേഞ്ചസ് ബ്രോഡ് ഇൻ ബൈ GST. GST എന്നപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്ന് നോക്കാം. കുറേ ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ് അല്ലെങ്കിൽ കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു, അതങ്ങ് എന്ത് ചെയ്തു, അതങ്ങ് അവോയ്ഡ് ചെയ്തു. GST ആ കാസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ടാക്സ് അങ്ങ് അവോയ്ഡ് ചെയ്തു ഒന്നാമത് തന്നെ. പിന്നെന്താണ്, development of Indian economy by removing the indirect tax barrier between state and integrating the country through a uniform tax system. അപ്പോൾ ഇൻഡയറക്ട് ടാക്സിലൂടെ നമ്മുടെ ഇന്ത്യയിൽ എല്ലാത്തിനും ഒന്നിച്ചു കൊണ്ടുവരാണ്, ഒരു യൂണിഫോം ടാക്സ് റേറ്റ് കൊണ്ടുവരാണ്. അല്ലാണ്ട് സ്റ്റേറ്റിന് ഇഷ്ടമുള്ള പോലെ ഒരു ടാക്സ്, സെൻട്രൽ ഇഷ്ടമുള്ള ഒരു ടാക്സ്, അങ്ങനെയല്ല, എല്ലാവർക്കും ഒരൊറ്റ യൂണിഫോം ടാക്സ് റേറ്റ് കൊണ്ടുവരാണ്. അപ്പോൾ ഇന്ത്യനെ ഫുള്ളായിട്ട് ടാക്സേഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്യാണ് GSTയിലൂടെ. പിന്നെന്താണ് നോക്കൂ, input tax credit is the credit an individual receive for the tax paid on the input used in manufacturing the product. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു ഗുഡ്സ് ഉണ്ടാക്കിയപ്പോൾ ടാക്സ് അടച്ചു, അപ്പോൾ അത് അടുത്ത അടയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വാങ്ങിക്കാം. ഒരു പ്രൊഡക്റ്റിന് ഒറ്റ ടാക്സ് മതി, അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും, ആ ടാക്സ് ക്രെഡിറ്റ് റിസീവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് എതിരുള്ള. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, ആകെ ഒറ്റൊരു പ്രാവശ്യം മാത്രം ഗുഡ്സിന് ടാക്സ് അടച്ചാൽ മതി, അവിടെ മൾട്ടിപ്പിൾ ടാക്സ് വരുന്നില്ല. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഒരു ഹെൽപ്പിംഗ് ആയിട്ടുള്ളൊരു ഇതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൃത്യമായിട്ട് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നോക്കുന്നതാണ്. അപ്പോൾ ക്ലിയർ നിങ്ങൾക്ക് മനസ്സിലാവും.